കോട്ടപ്പുറത്ത് കാവുണ്ടയിലെ തുവശ്ശേരിക്കുന്നിൽ EMS സാംസ്കാരിക വേദി പുതിയൊരു ലൈബ്രറി തുടങ്ങുകയാണ് എന്നുള്ള സന്തോഷ വാർത്ത പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യം, വായനശാലകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഈ ശ്രമം നടക്കുന്നതെന്ന്. കുറച്ച് പുസ്തകങ്ങൾ സംഭരിച്ചു വെച്ച് വായനക്കാരെ കാത്തിരിക്കുന്ന രീതിയിൽ നിന്ന് വായനശാലകൾ വളരെയധികം മാറിത്തീർന്നിട്ടുണ്ട്. പണ്ടുകാലത്ത് നാട്ടിൽ എല്ലാ നല്ല കാര്യങ്ങളുടെയും തുടക്കം വായനശാലകളിലായിരുന്നു. ആ ഒരു രീതിയിൽ ഇന്ന് വായനശാലകൾ പ്രവർത്തിക്കുന്നില്ല, പ്രവർത്തിക്കേണ്ട കാര്യവുമില്ല. പക്ഷെ എങ്കിലും നാട്ടിലെ എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കാനും അവയുടെ മുന്നിൽ നടക്കാനും ഇന്നും വായനശാലകൾക്ക് സാധിക്കും. പുസ്തക വായന എന്നുള്ള ഒരൊറ്റ അജണ്ടയിൽ നിൽക്കാതെ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഇപ്പോൾ വായനയുടെ വിവിധ സാധ്യതകൾ, പുസ്തകങ്ങളുടെ വിവിധ സാധ്യതകൾക്കപ്പുറം ജനങ്ങളുമായി ഇടപഴകുന്ന നിരവധി പ്രവർത്തനങ്ങളിൽ വായനശാലകളെ ഇപ്പോൾ പങ്കാളികളാക്കുന്നുണ്ട്. ഇങ്ങനെ ലൈബ്രറി കൗൺസിൽ ഏറ്റെടുത്ത് നടത്തുന്ന പരിപാടികൾ കൂടാതെ വായനശാലകൾക്ക് അത് സ്ഥിതി ചെയ്യുന്ന നാട്ടിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏത് പൊതുപ്രവർത്തനവും ഏറ്റെടുക്കാൻ കഴിയണം. മാത്രമല്ല, നമ്മുടെ കുട്ടികളെ, നമ്മൾ സാധാരണ ഒരു വാക്കുപയോഗിക്കാറുണ്ട്, നാളത്തെ തലമുറയല്ല, നാളത്തെ പൗരന്മാരുമല്ല, അവർ ഇന്നത്തെ പൗരന്മാരാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് അവരുടെ കൂടെ നിന്ന് അവരെ സംഘടിപ്പിച്ച് അവരെ പതുക്കെ വായനയിലേക്ക് നയിക്കാൻ പറ്റും. നിരവധി പ്രവർത്തനങ്ങൾക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ കഴിയും. അവരായിരിക്കും ഒരുപക്ഷെ വായനശാലയുടെ ഏറ്റവും വലിയ അസറ്റായിട്ടുള്ള വരിക. അതുപോലെ വീട്ടിലിരിക്കുന്ന വനിതകളെയും ഇങ്ങനെ കുട്ടികളെയും ഒക്കെ സംഘടിപ്പിക്കാനുള്ള ഒരു വേദിയായി ഇതിനെ ഉപയോഗിച്ചാൽ തീർച്ചയായും വായനശാലകൾ നിങ്ങളുടെ നാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക ഭൂമികയിലെ ഒരു കണ്ണിയായി മാറും. അതിന് കൗണ്ടയിലെ ഈ ലൈബ്രറിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.